നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്തമായ പരിപാടിയുമായിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇതിനോടകം ഞാൻ വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള എന്നാലാകുന്ന വിധം നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ അത് ഇഷ്ടപ്പെടുന്നു. ഒരു നല്ല വിഭാഗം പ്രേക്ഷകർ എനിക്കുണ്ട്. എന്തായാലും നന്ദി എല്ലാവർക്കും. ഒരു ശുഭദിനം ആശംസിക്കട്ടെ. അതായത് ഇന്ന് ഞാൻ ഒരു പുതിയ പരിപാടിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മുഴുവൻ കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, പിന്നെ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇത് ഒരു പോഡ്കാസ്റ്റ് ആണ്. പോഡ്കാസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഈ പോഡ്കാസ്റ്റിൽ അഭിമുഖത്തിൽ മറ്റാരുമല്ല, കേരളത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ, കന്യാകുമാരി മുതൽ പാറശാല വരെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പോൾ കളിയിക്കവള മുതലാണ്, എന്നാൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പഴയ ശീലം അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം പ്രേക്ഷകർ അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. അദ്ദേഹം ആരാണെന്ന് നിങ്ങൾ ഗസ് ചെയ്ത് നോക്കുക. എന്തായാലും ഗസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാണാൻ പോകുന്ന പൂരം കേട്ടറിയേണ്ട, നേരിട്ട് വരൂ, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പം ആരാണ് നമ്മുടെ ഗസ്റ്റ്? വീഡിയോയിൽ നമസ്കാരം. ഇന്ന് ആറന്മുളയിലെ നമ്മുടെ സ്ഥാനാർത്ഥി, ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ആറന്മുളയിലെ സമര നായകൻ തന്നെയാണ് ശ്രീ കുമ്മനം രാജപ്പൻ. അദ്ദേഹത്തിനോട് ഒരു 5 കാര്യങ്ങൾ ചോദിച്ച് അവസാനിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. ചേട്ടാ, ഈ ആറന്മുളയിലെ സ്ഥാനാർത്ഥിത്വം അങ്ങ് പ്രതീക്ഷിച്ചതാണോ? ആറന്മുളയിൽ തന്നെ സ്ഥാനാർത്ഥിയായത് അങ്ങ് സംതൃപ്തനാണല്ലോ. സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അത് പാർട്ടി ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. പാർട്ടി എന്നോട് സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് ഞാനായി. അതിന്റെ അതേ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ആറന്മുളയിലെ വികസനത്തെ പറ്റി ചേട്ടന് ഒട്ടേറെ വികസന സാധ്യതകളുള്ള ഒരു ഭൂപ്രദേശമാണ് ആറന്മുള നിയോജകമണ്ഡലം. നല്ല വളരെ വിശാലമായ കിടക്കുന്ന പ്രകൃതി രമണീയമായ പച്ചപ്പിന്റെ ഗ്രാമമാണ്. പമ്പാ നദിയും അച്ചൻകോവിലാറും മണിമലയാറും എല്ലാം തഴുകി ഒഴുകുന്ന വളരെ പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശം. ധാരാളം സമ്പത്ത് ഉണ്ട്, ചരിത്രമുണ്ട്. ഒട്ടേറെ സാംസ്കാരിക നവോത്ഥാന നായകന്മാർക്ക് ജന്മം കൊടുത്ത സ്ഥലം. മരാമൺ കൺവെൻഷനും അതുപോലെ ചെറുവപ്പുഴ ഹിന്ദു നടത്തുന്ന മഞ്ഞിനിക്കര തീർത്ഥാടനം, പരുവല തീർത്ഥാടനം, അങ്ങനെ പല സംഭവങ്ങൾ, മഹനീയങ്ങളായിട്ടുള്ള ഉത്സവാദിഘോഷങ്ങൾ, ഇതെല്ലാം നടക്കുന്ന ഒരു പ്രദേശമാണ്. ആറന്മുള വള്ളങ്ങൾ ഇരട്ടക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നതാണ്. ആറന്മുള പള്ളിയോടവും ആറന്മുള കണ്ണാടിയും ആറന്മുള വള്ളസദ്യയുമെല്ലാം ജനങ്ങൾ വളരെയേറെ പങ്കെടുക്കുന്ന ആകർഷകമായ ഒരു വലിയ ദേശീയ ഉത്സവമാണ്. പക്ഷേ അതിനനുസരിച്ച് ഈ ഭൂപ്രദേശത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കി, പരിവർത്തനം ഉണ്ടാക്കി, വികസിപ്പിച്ച് അത് ഒരു വലിയ ഡെസ്റ്റിനേഷൻ കേന്ദ്രമാക്കി മാറ്റിയെടുക്കാൻ ഇതുവരെ ഒരു സർക്കാരിന് കഴിഞ്ഞു. അപ്പോൾ അതാണ് പ്രയോറിറ്റി, ടോപ്പ് പ്രയോറിറ്റി അതിനാണ്. ഈ വിനോദസഞ്ചാര വികസനത്തിനൊപ്പം ആത്മീയമായ ടൂറിസം പദ്ധതിക്ക് ഉള്ളൊരു സമഗ്രമായ എക്കോ ടൂറിസം, പിൽഗ്രിം ടൂറിസം തുടങ്ങിയിട്ടുള്ള പല പദ്ധതികളും കേന്ദ്ര സർക്കാരിനുണ്ട്. അതിലൊക്കെ ഉൾപ്പെടുത്തി ഈ പ്രദേശത്തെ വികസിപ്പിക്കാൻ കഴിയണം. പമ്പാ നദി അത് നാൾക്കുനാൾ ക്ഷയിച്ചു വരിക, പറ്റി വരണ്ടുകൊണ്ടിരിക്കുക. അത് പുനരുജ്ജീവിപ്പിക്കും. ആ ചോദ്യത്തിലേക്ക് വരാൻ ഉദ്ദേശിച്ചിരുന്നു. അത് ചേട്ടൻ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു. അത് നേരത്തെ ചേട്ടന്റെ ഒരു ഇതിലുള്ള അതെ, പമ്പ ആക്ഷൻ പ്ലാൻ ഫണ്ട് 375 കോടി രൂപയായി. പമ്പ ആക്ഷൻ പ്ലാൻ നടത്തിയെടുക്കുന്നതിന് അത് ലാപ്സായി പോയി. അത് നടത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടു കൂടി ചെയ്യുന്നതാണ്. പക്ഷേ അതെല്ലാം പോയില്ലേ. അതെല്ലാം എത്രയോ വർഷം മുമ്പ് ഉണ്ടായിരുന്നതാണ്. പമ്പ ആക്ഷൻ പ്ലാൻ അത് നിർജ്ജീവമായി. പല വികസന പദ്ധതികളും നിർജ്ജീവമായി. സർക്കാർ നടത്തുമെന്ന് പറഞ്ഞാൽ പലതും, അവിടുത്തെ സ്റ്റേഡിയം പണിയാമെന്ന് പറഞ്ഞു, സ്റ്റേഡിയം നടന്നിട്ടില്ല. അവിടെ അങ്ങ് മാന്നാറ് മുതൽ ഇവിടെ ഈ ആറന്മുള വരെ ഒരു ബോട്ട് സർവീസ് ആരംഭിക്കുമെന്ന് പറഞ്ഞു, അത് നടന്നിട്ടില്ല. ഒരു കാര്യവും നടത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞു. അതെ. അപ്പം ഈ പമ്പാ നദിയുടെ സംരക്ഷണവും മറ്റ് അതായത് ദേശീയ ജല ഒരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ. അതായത് നമ്മുടെ നദികളെല്ലാം യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു
പ്രാധാന്യം അതാണ് കൊടുക്കുന്നത്. മാന്നാർ ഉദ്ഘാടനം ചെയ്തതാണല്ലോ. അതെ. ഇപ്പൊ മന്ത്രി നമ്മുടെ ഉദ്ഘാടനം ചെയ്തതാണ്. ഭാരതത്തിലെ മൊത്തം അല്ലല്ല, പ്രമുഖ ഇവിടുത്തെ നദികളെല്ലാം ഈ പ്രദേശത്ത് അതെ. ഉദ്ഘാടനം ചെയ്തതാണ്. അത് വേറൊരു പദ്ധതിയാണ്. അത് വേറൊരു ആ പദ്ധതി. നദികളെ കൂട്ടുയോജിപ്പിക്കും. അതൊക്കെ അതിന് വലിയ നമുക്ക് പദ്ധതികളാണ്. നമുക്ക് എന്താണ് അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? അത് അതായത് അത് പമ്പ നദി പുനരുജ്ജീവിക്കുന്നുണ്ട്. അതെ. ക്ഷയിച്ച പമ്പയെ, നിർജീവമായ പമ്പയെ അതിനെ പുനരുജ്ജീവിപ്പിച്ച് അതൊരു വലിയ വാട്ടർ സോഴ്സാണ്. ഇവിടുത്തെ ഒരു ജലസ്രോതസ്സാണ്. അതെ. ഈ പ്രദേശത്തെമ്പാടുമുള്ള കുടിവെള്ളം കിണറുകളിൽ ഉൾപ്പെടെയുള്ള വെള്ളം വേണോ, കൃഷിക്ക് വെള്ളം വേണോ, പമ്പയിൽ വെള്ളം വേണം. ഉം. അപ്പൊ അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കണം. പമ്പ ആക്ഷൻ പ്ലാൻ അതിനുള്ളത്. അതെ. അപ്പൊ അതെല്ലാം അതിൽ വരുന്നതാണ്. പിന്നെ ഈ പ്രവാസികളായ മലയാളികൾ ആറന്മുള ഈ ചുറ്റു പ്രദേശത്തുള്ളവര് അവർക്ക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ സാധ്യതയുണ്ടോ? അവർക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് ഞാൻ അങ്ങോട്ട് പറയുകയാണ്. നേരത്തെ എബ്രഹാം കലവണ്ണിൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഇതില് ഇവിടെ ഒരു ആറന്മുള വിമാനത്താവള പദ്ധതി കൊണ്ടുവന്നത് അത് നമുക്ക് ഇവിടെ നദീജല സംരക്ഷണ അല്ല തണ്ണീർത്തടങ്ങൾക്ക് കോട്ടം വരും എന്ന രീതിയിൽ നമ്മൾ സമരം നടത്തി ചേട്ടനതിന്റെ നായകസ്ഥാനം വഹിച്ച് ആ സമരം വിജയിച്ചതാണ്. അപ്പൊ ഇപ്പം വീണ്ടും അറിയുന്ന ഒരു നമുക്ക് ഒരു ഇത് കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച്, അതായത് UDF-ഉം ഇങ്ങനെ ഈ എബ്രഹാം കലമണ്ണിൽ എന്ന് പറയുന്ന വിദേശ മലയാളിയും തമ്മിലുള്ള ഒരു ചെറിയ ധാരണ ഉണ്ടോ എന്നൊരു സംശയം. അവർ വിജയിച്ചു വന്നാൽ വീണ്ടും ഈ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാം എന്ന്. അങ്ങേക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും? അതൊക്കെ കോടതി ഇടപെട്ട് പറ്റില്ല എന്ന് പറഞ്ഞ കാര്യമാണ്. സുപ്രീം കോടതി പറഞ്ഞാണ് അതവിടെ പറ്റില്ല. ഇനിയിപ്പോ അതിന്റെ അകത്ത് വേറെ ചെയ്യാൻ പാരിസ്ഥിതിക അതെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇവിടെ നിലവിലുള്ള നിയമം അനുസരിച്ച് പറ്റില്ല. തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമം അനുസരിച്ച് അത് നികത്താൻ ഒക്കില്ല. പിന്നെ അത് മിച്ചഭൂമിയാണ്. അതെ. അപ്പൊ മിച്ചഭൂമി സർക്കാരിൻ്റെതാണ്, സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ കാർഷിക അഭിവൃദ്ധിക്കായിട്ട് തിരിച്ച് ആറന്മുള ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതിന് സാധ്യത ഇനിയും കാണുന്നുണ്ടോ? എന്തെങ്കിലും വികസനത്തിനായിട്ടല്ല, കാർഷിക അഭിവൃദ്ധി. അവിടെ വേണ്ടത് കൃഷിയാണ്. വ്യവസായം, വാണിജ്യം, വ്യാപാരം, വിദ്യാഭ്യാസം, ടൂറിസം, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലാണ് വികസനം ഉണ്ടാകുന്നത്. കൃഷിയിൽ അധിഷ്ഠിതമായ വ്യവസായം. കൃഷി സ്ഥലങ്ങൾ മുഴുവൻ കൃഷി ചെയ്യുക. അതെ, അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അപ്പൊ അത് കേന്ദ്രത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ആറന്മുളയുടെ സർവതോമുഖമായിട്ടുള്ള പുരോഗതി, വികസനം ഉണ്ടാകുക എന്നതാണ്. അതെല്ലാ വെറും ടൂറിസം മാത്രമല്ല. രണ്ട് തൊഴിൽ 10 പേർക്ക് തൊഴിൽ കിട്ടുന്ന എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കാൻ തയ്യാറുള്ളവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. പഠിച്ച് പാസ്സായി നിൽക്കുന്ന അവർക്ക് അവരുടെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. പിന്നെ ടൂറിസം വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം കൂടി. അതായത് നമ്മുടെ ഒരു ശബരി റെയിൽ ട്രാക്ക് പോലുള്ള പദ്ധതി, അതായത് നമ്മുടെ ആറന്മുളയിൽ നിന്ന് തുടങ്ങി അത് ശബരിമല വരെ എത്തിക്കുന്ന ഒരു റെയിൽവേ പദ്ധതിക്ക് പരിപാടി ഉണ്ടായിരുന്നു. അതിന്റെ സർവേ ഒക്കെ എടുത്തിട്ട് അത് പോയതാണെന്ന് അറിയുന്നു. അത് ഇതുവരെ അതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പദ്ധതി മനസ്സിലുണ്ടോ? അതെ, അത് തന്നെയാണ്. ആറന്മുളയിൽ നിന്ന്, അതായത് ചെങ്ങന്നൂരിൽ നിന്ന് നമുക്ക് സർവേ അത് പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും. സർവേ സംസ്ഥാന സർക്കാർ റെയിൽവേയാണ് സർവേ ചെയ്ത് അതിന്റെ അലൈൻമെന്റ് ശരിയായി അതിന് വരുന്ന പിന്നെ എസ്റ്റിമേറ്റ് എടുക്കണം, സ്ഥലം വേണം, കിടക്കാണ്. ശബരി റെയിൽപാത വേറെയാണ്. അതിന് സ്ഥലം എടുത്തു, എല്ലാം ചെയ്തതാണ്, പൈസയും കൊടുത്താണ്. ഇത് ഈ പറഞ്ഞ റെയിൽപാതയ്ക്ക് സാധ്യതയുണ്ട്. സ്ഥലം എടുക്കാറായില്ലല്ലോ. ബേസിക് കാര്യങ്ങൾ തൊട്ട് തുടങ്ങി വെച്ചാൽ പെട്ടെന്ന് എടുക്കാവുന്ന പദ്ധതിയാണ്. പിന്നെ അവസാനമായി ഒരു ചോദ്യം കൂടി. അതായത് കുടിവെള്ളം നമ്മുടെ ഇവിടുത്തെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഇപ്പം ജൽജീവൻ പദ്ധതി പ്രകാരം പൈപ്പ് ടാപ്പ് കണക്ഷൻ എല്ലായിടത്തും എത്തിയിട്ടുണ്ട് എന്നറിയുന്നു. അത് ഇവിടെ മാത്രമല്ല, സമീപ മണ്ഡലങ്ങളിലെല്ലാം അത് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ പദ്ധതി അവിടെ കുടിവെള്ളം എത്തിക്കാൻ മാത്രം സാധിക്കുന്നില്ല. അത് സംസ്ഥാന സർക്കാരിന്റെ ഒരു പോരായ്മയായിട്ട് കാണുന്നുണ്ടോ? സംസ്ഥാന സർക്കാരിന് ഇച്ഛാശക്തിയില്ല ഇക്കാര്യം. എല്ലായിടത്തും കുടിവെള്ളം എത്തിക്കാൻ പറ്റും. പമ്പാ നദിയുണ്ട്, ചെങ്കോലാറുണ്ട്, മണിമലയാർ. അപ്പോൾ എന്തുകൊണ്ട് കുടിവെള്ളം എത്തിക്കാൻ പറ്റുന്നില്ല? അതിനാവശ്യമുള്ള പണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ടാങ്ക് പണിയണം, പൈപ്പ് ഇടണം, കാര്യങ്ങൾ ഇച്ഛാശക്തി ഇല്ല, പിന്നെ എങ്ങനെയാ ചെയ്യും? അപ്പോൾ ഇവിടുത്തെ ഒരു ആറന്മുളയില് ചേട്ടൻ ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ്
അറ്റംപ്റ്റിലാണല്ലേ ഇപ്പോൾ ഒരു ആറന്മുള ആദ്യമായിട്ടാണ്. അല്ലേ? ആറന്മുള ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ് നേരത്തെ, അപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ആറന്മുളയിൽ വിജയിച്ച് കയറി വരുവാനുള്ള ഒരു സാധ്യത നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവിധ ആശംസകളും. രാജേട്ടൻ സമരനായകൻ എന്ന ഒരു മുഖം തന്നെയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ. തീർച്ചയായിട്ടും ഭാവിയിൽ പത്തനംതിട്ടയ്ക്ക്, നമ്മുടെ കേരളത്തിന് വികസിത കേരളത്തിന്റെ ഒരു നട്ടെല്ലായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ചേട്ടൻ ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഈ പോഡ്കാസ്റ്റ്, ഈ അഭിമുഖം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇനിയും നല്ല അഭിമുഖങ്ങളുമായി വരാം. അതുവരേക്കും നന്ദി. വീണ്ടും കാണാം. ജയ് ഭാരത്.